തളർന്നു വീണ 3 പേരെയും കണ്ടോൺമെന്റ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 10:30-ക്കാണ് ശയന പ്രദക്ഷിണ സമരം ആരംഭിച്ചത്. വെയിൽ കൂടി കനത്തതോടെ ഉദ്യോഗാർത്ഥികൾ തളർന്നു വീഴുകയായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് മാസങ്ങളോളം പഠിച്ച് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ വെറുതെ ഇരുന്ന് വേറെ എക്സാമിന് പഠിക്കാനൊക്കില്ല. നമ്മൾ വീണ്ടും ഗ്രൗണ്ടിൽ പോയി കഷ്ടപ്പെടണം, മാസങ്ങളോളം കഷ്ടപ്പെടണം. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ C-സെക്ഷൻ കഴിഞ്ഞതാണ്. ഈ C-സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിക്കലിന് ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് സ്റ്റിച്ചൊക്കെ വലിഞ്ഞിട്ട് നല്ല പെയിൻ ആയിട്ടുണ്ട്. നമ്മൾ ചാടുമ്പോഴൊക്കെ നല്ല പെയിൻ ആയിട്ടുണ്ട്. അതെല്ലാം സഹിച്ച് നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി അത്രയധികം അത്യാവശ്യമായിട്ടാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ വനിതാ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് 4 ദിവസം പിന്നിടുകയാണ്. ഏപ്രിൽ 19-ന് 967 പേർ ഉൾപ്പെടുന്ന വനിതാ CPO റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയും. 259 പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചത്. ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച വിവരാവകാശത്തിൽ സംസ്ഥാനത്ത് 560 ഒഴിവുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതിൽ പല ഒഴിവുകളും ഇതുവരെയും റിപ്പോർട്ട് പോലും ചെയ്യപ്പെട്ടിട്ടില്ല. WCPയുടെ ഒഴിവ് മാത്രമാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. അത് എല്ലാ ജില്ലയിലും ഇല്ല, പക്ഷേ ഉള്ള ജില്ലയിലെല്ലാം കൂടി വെച്ച് 570 വേക്കൻസിയാണ് നമുക്ക് കണ്ടത്. RT കള്ളം പറയത്തില്ലല്ലോ, അങ്ങനെ പിന്നെ RT എന്നുള്ള സംഭവം വേണ്ടല്ലോ. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. തങ്ങളുടെ അവസാന പ്രതീക്ഷയായ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കണമെന്ന ആവശ്യവുമായി ഗർഭിണിയായ ഉദ്യോഗാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് സമരത്തിലുള്ളത്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.